ഓഷോയെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ഒരുത്തിന് ഇപ്പൊ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ലൈംഗികതയിലൂടെ ദൈവികതയെ കണ്ടെത്താം അല്ലെങ്കിൽ ആത്മീയതയിലെത്താം എന്നൊക്കെ പറഞ്ഞ് ലോകം മുഴുവനും ഒരു കൾട്ട് ഫോളോഷിപ്പ് ഉണ്ടാക്കിയ സന്യാസിയാണ് ഓഷോ രജനീഷ് എന്ന് വേണമെങ്കിൽ പറയാം. ആള് ജനിച്ചത് ഇന്ത്യയിലാണ്. മധ്യപ്രദേശിലെ കൊച്ചോരയിൽ ജനിച്ച അദ്ദേഹം പിന്നീട് അമേരിക്കൻ ഭരണകൂടത്തിന് തന്നെ വളരെ വലിയ ഭീഷണിയാവുന്ന ലെവലിലേക്ക് ഉയർന്നു വന്നു. കഥ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നില്ല, ഒരുപാടായിപ്പോവും. ഓഷോയെക്കുറിച്ച് പറയാനാണെങ്കിൽ ആള് ജനിക്കുന്നത് മധ്യപ്രദേശിലെ കൊച്ചോരയിലാണ്. അവിടെ നിന്ന് അദ്ദേഹം 21ാമത്തെ വയസ്സിൽ സ്വയം പ്രഖ്യാപിക്കുകയാണ് എനിക്ക് ബോധോദയം ഉണ്ടായതെന്ന്. ആളിന്റെ ജനന സമയത്തെ പേര് ഓഷോ ചന്ദ്രമോഹൻ ജെയിൻ എന്നായിരുന്നു. ഈ 21ാമത്തെ വയസ്സിൽ സ്വയം ബോധോദയം ഉണ്ടായി എന്ന് പറഞ്ഞതിന് ശേഷം പുള്ളി സ്വീകരിച്ച പേര് ഭഗവാൻ രജനീഷ്, ശ്രീ രജനീഷ്, ഗുരു രജനീഷ്, സെക്സ് ഗുരു എന്നൊക്കെ സ്വയം ആള് വിശേഷിപ്പിക്കാൻ തുടങ്ങി. നമ്മുടെ എല്ലാവരുടെയും ടൈം ഓഫ് ടർബുലൻസ് ഉണ്ടല്ലോ, മനസ്സിനൊട്ടും സ്വസ്ഥത കിട്ടാത്ത ഒരുപാട് പ്രശ്നങ്ങൾ കിടക്കുന്ന സമയത്ത് ആരെങ്കിലും നമ്മളോട് ആശ്വാസവാക്ക് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് തേടിപ്പോകും. അന്ധവിശ്വാസമാണ് എന്ന് 100% അറിയാമെങ്കിൽ പോലും, നമ്മളുടെ യുക്തിക്ക് അത് അന്ധവിശ്വാസമാണ് എന്ന് 100% അറിയാമെങ്കിൽ പോലും ചില സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ആശ്വാസവചനങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന അവസ്ഥ എനിക്കുണ്ടായിട്ടുണ്ട്, സ്റ്റിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പം ആളുകൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ആശ്വാസ വചനങ്ങളിലേക്ക് പോകും. അവിടെയാണ് ഓഷോ തൻ്റെ മെയിൻ സാധനമായിട്ടുള്ള ഡൈനാമിക് മെഡിറ്റേഷൻ എന്ന് പറയുന്ന സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുവരെ ആത്മീയതയിൽ ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു ഐറ്റം ആയിരുന്നു സെക്ഷുവാലിറ്റി. ലൈംഗികതയിലൂടെ ദൈവീകതയിലെത്താം, ലൈംഗികതയിലൂടെ ആത്മീയത എന്നൊക്കെയുള്ള കാർഡ് ഓഷോ ഇറക്കി തുടങ്ങി. ഓഷോയെ ഇപ്പോഴും വളരെ വലുതായിട്ട് ആരാധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് ഓഷോ നല്ലവനാണെന്നും തിന്മയുടെ പ്രതീകമാണെന്നും ഒക്കെ പറഞ്ഞ് പലതരത്തിലുള്ള തർക്കങ്ങൾ ആളുകൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ഓഷോ ഫ്രീ സെക്സ് ന്റെ വക്താവായിട്ടാണ് അറിയപ്പെടുന്നത്, സെക്സ് ഗുരു എന്നറിയപ്പെടുന്നത്. ആളിന്റെ സ്ത്രീ പുരുഷ ബന്ധത്തിനെ കുറിച്ചും പ്രണയത്തിനെ കുറിച്ചും ലൈംഗികതയെക്കുറിച്ചും ഒക്കെയുള്ള കാഴ്ചപ്പാട് നമ്മളുടെ ചിന്തകളിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ ആളിന് വളരെ വലിയ ഫാൻ ബേസും ഉണ്ട്, ഹേറ്റേഴ്സും ഉണ്ട്. ആളിന്റെ ഈ ലൈംഗികത എന്ന് പറയുന്നുണ്ടല്ലോ, സെക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ നമുക്കെല്ലാം സ്വയം നഷ്ടപ്പെടും. ഒരു വാക്വം, നമ്മൾ എല്ലാം മറക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. എന്ന് വെച്ചാൽ നമ്മളെ ചുറ്റും നടക്കുന്ന വേദനകളെക്കുറിച്ചോ മറ്റ് മെറ്റീരിയലിസ്റ്റിക് കണ്ടീഷൻസിനെ കുറിച്ചുള്ള മോഹങ്ങളൊന്നും നമുക്ക് ഇല്ലാതാവുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് സെക്സിൻ്റെ പീക്ക് എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് ദൈവീകത നമ്മളിലേക്ക് ഷവർ ചെയ്യപ്പെടും, ചൊരിയപ്പെടും എന്നാണ് ഓഷോയുടെ ഫിലോസഫി. പിന്നെ ഓഷോയുടെ ഫോളോവേഴ്സ് എല്ലാം ഫ്രീ സെക്സ്, ഓപ്പൺ സെക്സ് ഇതിൻ്റെയൊക്കെ ആളുകളാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പം ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ കൂടുതലായിട്ടും തങ്ങളിലേക്ക് ആകർഷിക്കാൻ തുടങ്ങി. നിഷിദ്ധം എന്ന് പറയുന്ന മനുഷ്യർക്ക് എസെൻഷ്യലായിട്ട് തോന്നുന്ന വികാരങ്ങൾ പ്രചോദിപ്പിക്കുന്നത് വഴി ആത്മീയതയിലേക്ക് എത്താം. കൂടാതെ ഇയാളുടെ നല്ല കിഡിലൻ സ്പീച്ചാണ് കേട്ടോ, കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഫാനായിപ്പോകും. ഇതുപോലുള്ള സംസാര ശൈലിയും അയാൾക്ക് ഒരുപാട് ആരാധകരെ സൃഷ്ടിച്ചു കൊടുത്തു. ഇന്ത്യയിലെ ആരാധകരെക്കാട്ടിൽ കൂടുതൽ അദ്ദേഹത്തിന് ആരാധകർ വിദേശത്താണ് ഉണ്ടായത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം 16 വയസ്സുള്ള അയാളുടെ ഒരു പ്രധാനപ്പെട്ട ശിഷ്യ ഷീലാമ എന്ന് പറയും, പിന്നെ അയാളുടെ സെക്രട്ടറിയായി മാറി. ഇവർ തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് കഥകളുണ്ട്. ഇന്ത്യയിൽ മാത്രം ഒതുങ്ങിക്കൂടിയിരുന്ന ഓഷോയെ പടിഞ്ഞാറൻ നാടുകളിലെ ജനങ്ങളുണ്ടല്ലോ, വെസ്റ്റേൺ കൾച്ചർ, അമേരിക്കക്കാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ആത്മീയതയിൽ അവർ കുറച്ച് ഡൗൺ ആയിരുന്നു. അവർക്ക് ആത്മീയതയ്ക്ക് മെഷേഴ്സ് കിട്ടുന്നില്ല. ആത്മീയത എവിടുന്ന് കിട്ടും എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. നമ്മളുടെ ഇവിടുത്തെ പല ദൈവങ്ങളും അവിടെ പോയി ആത്മീയത കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതവിടെ നിൽക്കട്ടെ. ഷീലാമ അങ്ങനെ അമേരിക്കയിലെ ഒറിഗോണിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഒറിഗോണിൽ പോയിട്ട് അവർ ഏകദേശം ഒരു 6000 ഏക്കർ മൊട്ടക്കുന്ന് വാങ്ങിക്കുകയാണ്. മൊട്ടക്കുന്ന് എന്ന് പറഞ്ഞാൽ വെറും തരിശുഭൂമി. ഈ ഇവിടുത്തെ ഇവിടുത്തെ ഫോളോവേഴ്സിനെ കൊണ്ടുപോയി ഈ ചുവപ്പും കാവിയും അണിഞ്ഞ ആളുകൾ അവിടെ പോയി രാവും പകലും പണിയെടുത്തു. ഓഷോയുടെ ശിഷ്യന്മാരാണ്. ഇവരുടെ എല്ലാ പ്രോപ്പർട്ടിയും കാര്യങ്ങളും ഇവർ ഓഷോയ്ക്ക് വേണ്ടി സറണ്ടർ ചെയ്യാണ്. കാരണം അവിടെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആവശ്യങ്ങളെ വരുന്നില്ല. അവരുടേതായിട്ടുള്ള ഒരു പാരലൽ യൂണിവേഴ്സ് പോലെ ജീവിക്കുകയാണ്. അവർക്ക് അവിടെ ഫുഡിന് ഫുഡ്, അവർ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നു, അവർ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, സെക്സിന് സെക്സ് എല്ലാം ഉണ്ട്. ഇങ്ങനെ നൈസായിട്ട് എന്ന് വെച്ചാൽ സുഖിച്ച് കഴിയാം. എന്ത് പറഞ്ഞാൽ നമ്മൾ ഈറ്റ് ഡ്രിങ്ക് ബി മെറി ആൻഡ് ഡൈ എന്ന് പറയുന്ന എപ്പിക്യൂറിയൻ ഫിലോസഫി ഉണ്ടല്ലോ, അതിൻ്റെ ഒരു മോഡേൺ ഇൻകാർണേഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഓഷോ രജനീഷിന്റെ ഫിലോസഫിയെ പറയാൻ പറ്റും. നമ്മളെവിടെ വരെയാണ് പോയത്? 80കളിൽ ഒറിഗോണിലേക്ക് പോയി. ആന്റലോപ്പിനടുത്തുള്ള ഒറിഗോണിൽ അവർ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നു. അപ്പം തുടക്കത്തിൽ എന്തിനാണ് പ്രോപ്പർട്ടി വാങ്ങിക്കുന്നത്? ഈ തരിശുഭൂമി 6000 ഏക്കറൊക്കെ തുച്ഛമായ പൈസയ്ക്ക് വാങ്ങിക്കുന്നത് എന്തിനാണ് എന്ന് ആദ്യം അവിടെയുള്ള നാട്ടുകാർ അമ്പരുന്നു. പിന്നീട് അവരവിടെ കൺസ്ട്രക്ഷൻസ് തുടങ്ങി. അവരവിടെ പൂന്തോട്ടങ്ങളുണ്ടാക്കി, ഡാമുകളുണ്ടാക്കി, വലിയ കെട്ടിടങ്ങളുണ്ടാക്കി, ഹോട്ടലുകളുണ്ടാക്കി. എന്തിനേറെ പറയുന്നു, കുറേ കാലം കഴിയുമ്പോൾ അവരവിടെ എയർപോർട്ട് വരെ ഉണ്ടാക്കി. ഓഷോ അവിടേക്ക് ചെല്ലുകയാണ്. ഓഷോ അവിടെ എത്തുന്ന സമയമാകുമ്പോഴത്തേക്ക് അവിടെയുള്ള ആന്റലോപ്പ് നിവാസികൾ വല്ലാതായി പോവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പം വിശ്വാസവുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം കേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. ഈ സാഹചര്യത്തിലൊരു സേഫ് ഡെസ്റ്റിനേഷൻ എന്ന തരത്തിലാണ് അമേരിക്കയിലേക്ക് പോകുന്നത്.
അവിടെയും അവരുടെ ആൻഡലോപ്പ് നിവാസികളുടെ കൾച്ചറിന് തീർത്തും വിഭിന്നമായിട്ടാണ് ഓഷോയുടെ ആളുകൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് റോഡിൻ്റെ സൈഡിൽ ഓപ്പൺ സിക്സ് കാര്യങ്ങൾ, പിന്നെ എല്ലായിടത്തും കെട്ടിപ്പിടുത്തം, ചുംബനം. ആ ഒരു കൾട്ടിൽ വിശ്വസിക്കുകയാണെങ്കിൽ അത് കിടിലമാണ്. ലോകത്തിൻ്റെ ഈ തിന്മകളെക്കുറിച്ചും വേദനകളെക്കുറിച്ചും ഒന്നും അറിയാതെ ഓരോ നിമിഷവും എൻജോയ് ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്നത് ഒരു തരത്തിൽ സന്തോഷത്തിൻ്റെ ഒരു സാധനം തന്നെയാണ്. ഇത് മറ്റുള്ളവരുടെ കൾച്ചറിന് എതിരായി മാറുന്നു. പിന്നെ അവർക്ക് സ്വന്തമായിട്ടൊരു എക്കോണമി അവർ ബിൽഡ് ചെയ്യുന്നു. ഇതിനെതിരെ അമേരിക്കയിലെ പല ആളുകളും കേസും കാര്യങ്ങളുമായിട്ട് ബന്ധത്തുന്നുണ്ട്, പരസ്പരം അടിയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ ആ വാശിയില ലീഗലായിട്ട് കാര്യങ്ങളെ മൊത്തം ഹാൻഡിൽ ചെയ്തുകൊണ്ടുവന്ന് നമ്മുടെ നൈക്കുണ്ടല്ലോ, അമേരിക്കൻ സ്പോർട്സ് യൂട്ടിലിറ്റി മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ കമ്പനി ആയിട്ടുള്ള നൈക്കയുടെ സ്ഥാപകനായിട്ടുള്ള ബിൽ ബൂവർമാൻ വരെ ഇവരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നറിയുമ്പോൾ നിങ്ങൾ ഓർക്കണം എത്രമാത്രം ഓഷോ രജനീഷ് എന്ന് പറയുന്ന ആൾ USA കൾട്ട് ഫോളോഷിപ്പ് ഉണ്ടാക്കിയെന്ന്. അയാൾക്ക് USA ഇഷ്ടം പോലെ അനുചരന്മാരുണ്ടാകുന്നു. അതൊരു പ്രത്യേക യൂണിവേഴ്സായി മാറുന്നു. ഇത് സാധാരണ സന്യാസിമാരുടെ ലൈഫൊന്നും അല്ലായിരുന്നു ഓഷോയ്ക്ക്. ഓഷോ ഇഷ്ടം പോലെ ലക്ഷറി വാച്ചുകൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ഏകദേശം 360-ലേറെ റോൾസ് റോയ്സ് കാറുകൾ, 100-ലേറെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അനുയായികൾക്കും അയാൾക്കും എല്ലാം കൂടെ 360-ലേറെ റോൾസ് റോയ്സ് കാറുകളുണ്ട് എന്ന തരത്തിൽ ഒരുപാട് വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസവും ഓരോ റോൾസ് റോയ്സ് കാറിലായിരുന്നു ഓഷോ സഞ്ചരിക്കുന്നത്. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പം അമേരിക്കൻ ഗവൺമെൻറ്റിന് പോലും ആളൊരു പ്രശ്നമായിരുന്നു. പക്ഷേ ലീഗൽ സൈഡിൽ കൂടെ നോക്കുമ്പം അവർ ലീഗലായിട്ടാണ് പൈസ കൊടുത്തിട്ടാണ് ആളുകളുടെ നിന്ന് പ്രോപ്പർട്ടി വാങ്ങിക്കുന്നത്. അവർ വാങ്ങിക്കുന്ന പ്രോപ്പർട്ടിയിലാണ് അവർ ഈ പരിപാടികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അവരുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അവരുണ്ടാക്കി ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് ഓഷോയെ എത്തിപ്പെടുന്നുണ്ട്. പിന്നെ അവിടെ ഡ്രഗ്സിൻ്റെ വിഷയമുണ്ട്. ഡ്രഗ്സ് ട്രേഡിങ് നടക്കുന്നുണ്ട് എന്ന തരത്തിൽ കേസ് വരുന്നുണ്ട്. ഹ്യൂമൻ ട്രാഫിക്, മനുഷ്യക്കടത്ത് നടക്കുന്നുണ്ട്. പിന്നെ റേപ്പ് നടക്കുന്നുണ്ട്. റേപ്പ് നടക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാവരും മീനിങ്ഫുൾ ആയിട്ട് സെക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ റേപ്പിനും കാര്യങ്ങൾക്കൊന്നും ഒരു സ്കോപ്പ് ഇല്ലല്ലോ. ഇൻഹ്യൂമൻ ആക്ടിവിറ്റീസ് ഒരുപാട് അവിടെ നടക്കുന്നു എന്ന് പറഞ്ഞ് അമേരിക്കൻ ഭരണകൂടവും ഓഷോയുടെ രജനീഷപുരം, ഞാൻ ആ പോയിന്റ് വിട്ടുപോയി കേട്ടോ. 1980 ഇവിടെ ഒരു സാധനം രജനീഷപുരം എന്ന് പറയുന്ന ഒരു ഗ്രാമം, അതായത് ഒറിഗോണിൽ അവർ രജനീഷപുരം എന്ന് പറയുന്ന ഒരു പ്രത്യേകം പ്രോപ്പർട്ടി ഉണ്ടാക്കിയെടുത്ത് അവരവരുടെ ഒരു പാരലൽ യൂണിവേഴ്സ് അവിടെ ഉണ്ടാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അമേരിക്കൻ ഗവൺമെൻറ് ഒരു പരിധി എത്തിയപ്പം എങ്ങനെയും ഇയാളെ പിടിച്ചേ അവസ്ഥയുള്ളൂ എന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പം ഇയാൾ നാട് വിടാനൊക്കെ തീരുമാനിച്ചു. അവസാനം ഇന്ത്യയിൽ പൂനെയിൽ വന്നിട്ടാണ് ആൾ സമാധിയായത്. അതിന് മുമ്പ് അമേരിക്കൻ ഗവൺമെൻറ് ആളിനെ പിടിച്ച് ഒരു 7 ദിവസം ഇൻട്രോഗേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. ഈ 7 ദിവസത്തെ ഇൻട്രോഗേഷനിടയിൽ ആളിന് ഫുഡിൽ കൂടെ എങ്ങനെ അയാളുടെ ശരീരത്തിൽ താലിയും എത്തിച്ചു. പിന്നെ അയാൾ ഒരിക്കലും ഉയർന്നു വരാത്ത രോഗത്തിൻ്റെ അടിമയായി, മാറാരോഗത്തിന് അടിമയായി ഇന്ത്യയിൽ വന്ന് മരിച്ചു പോകുന്നതാണ്. അപ്പം ഇൻട്രോഗേഷൻ ഇടയിൽ വെച്ചിട്ട് അമേരിക്കൻ അന്വേഷണ ഏജൻസികൾ ഇയാളെ താലിയും ശരീരത്തിനകത്ത് എത്തിച്ച് മാറാരോഗിയാക്കി കൊന്നതാണ് എന്നാണ് ആരാധകർ ഇപ്പോഴും വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. ഓഷോയുടെ ഫ്രീ സെക്സിനെ കുറിച്ചും ഫിലോസഫിയെക്കുറിച്ചും പ്രണയത്തിനെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചുള്ള കോൺസെപ്റ്റുകൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മളോട് വെറുപ്പ് തോന്നും. എന്തിനാണ് ഇയാളിങ്ങനെ പറയുന്നത്? നമ്മളുടെ മൊറാലിറ്റിയും ആളിൻ്റെ മൊറാലിറ്റിയൊക്കെ വേറെതാണ്. ചില ആളുകൾക്ക് ഭയങ്കരമായിട്ടുള്ള അഫിനിറ്റി തോന്നും. ഓഷോയെക്കുറിച്ച് നിങ്ങൾ മറ്റവരുടെ പോലെ മറ്റ് വേൾഡ് വാറിനെ കുറിച്ചൊക്കെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വെച്ചാൽ ഇയേഴ്സും കാര്യങ്ങളൊന്നും ഞാൻ മെൻഷൻ ചെയ്യാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇത് അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ആത്മീയമായിട്ട് നമ്മൾ പലപ്പോഴും ആത്മീയതയിലേക്ക് തേടി പോകുന്നത് നമ്മളുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. ഇപ്പം സോർട്ട് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾ ആത്മീയതയെ ഡിപ്പെൻഡ് ചെയ്ത് പോകും. അത് ഹ്യൂമൺ ആണ്. ഇപ്പം ഏറ്റവും വലിയ പോട്ടെ പേഴ്സണൽ സ്റ്റഫ് ഇട്ടേക്കാം. ഇതാണ് ഓഷോ എന്ന് പറയുന്ന ഒരാളിനെ കുറിച്ചുള്ള അഭിപ്രായം. ആൾ നല്ലതാണെന്നോ ചീത്തയാണെന്നോ എൻ്റെ ഫിലോസഫിക്ക് ആൾ യോജിക്കുന്നില്ല. അപ്പം ചില ആളിൻ്റെ സംസാരം ചില ആളുകൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം മോഹൻലാലിനെ പോലെയുള്ള കടുത്തരായിട്ടുള്ള ആരാധകരുണ്ട്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും എൻജോയ് ചെയ്ത് ജീവിക്കുക. അപ്പം ഈ ലൈംഗികതയെ വളരെ മാന്യമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അടിമകളാവില്ല, അതിൻ്റെ ആസ്വാദകരാവും എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. പിന്നെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പ്രണയത്തിനെക്കുറിച്ച് വേറെതാണ്. അപ്പം ഒരിക്കലും സ്ത്രീയെ മനസ്സിലാക്കാൻ നിൽക്കരുത്, അവളെ പ്രണയിച്ചുകൊണ്ടേയിരിക്കുക. പുരുഷനെ ഒരിക്കലും പ്രണയിക്കരുത്, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത്തരത്തിലൊക്കെയുള്ള ചില ആളുകൾക്ക് ദിവ്യമെന്ന് തോന്നുന്നതും ചില ആളുകൾക്ക് മോശമെന്ന് തോന്നുന്നതുമായിട്ടുള്ള ഫിലോസഫിയാണ് ഓഷോയുടേത്. ഇതാണ് ഓഷോയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ലെങ്തായി കാണുമെന്ന് തോന്നുന്നു.